ഇനി തമ്പുരാൻ ചിലർ വീഴ്ത്തിക്കളയും. സൗൾ ഡമാസ്കസിലേക്ക് കുതിച്ചു പാഞ്ഞു പോവുകയാണ്. അയാളെ കുതിരപ്പുറത്തു നിന്നും ദൈവം വീഴ്ത്തുന്നു. ശരിക്കും പറഞ്ഞ നടപടി പുസ്തകത്തിൽ കുതിരയെ ചേർത്തിട്ടില്ല. കരവാജിയോ എന്ന ചിത്രകാരനാണ് കുതിരയെ വരച്ചേർത്തത്. ആ കുതിര എന്ന് പറയുന്നത് താൻ പോരിമയുടെ പ്രതീകമാണ്, ഞാനെന്ന ഭാവത്തിൻ്റെ പ്രതീകമാണ്. അപ്പം ഞാനെന്ന ഭാവത്തോടുകൂടി ഒരിക്കലും വീഴില്ല എന്ന മട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരുപാട് ജീവിതങ്ങളെ അയാൾ വല്ലാതെ താറുമാറാക്കിയിട്ടുണ്ട്. ഈ അഹന്ത കൂടുന്നവർ മറ്റുള്ളവരുടെ ജീവിതത്തെ താറുമാറാക്കി കളയും. അങ്ങനെയുള്ള സാവൂളിനെ ദൈവം തട്ടി വീഴ്ത്തുകയാണ്. അയാൾ വീണു, ചിദംബർ പോലെ എന്തോ വീണു. അത് ഈഗോയാണ് വീണു പോയത്. പിന്നീട് മറ്റുള്ളവർ അയാളുടെ കൈ പിടിച്ച് നടത്തേണ്ടി വന്നു. അയാൾ ഋജു പാതയിലെത്തി. നോക്കുക, അഹന്തയുടെ പാതയിൽ നിന്നും ദൈവം വീഴ്ത്തിയവൻ ഋജു പാതയിലെത്തി, വരേണ്ട വഴിയിലെത്തി, നേർവരയിലെത്തി. കാഴ്ച വീണ്ടും കിട്ടി. പിന്നീട് പൗലോസ് കർത്താവിന് സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങി. കർത്താവിനെ പ്രസംഗിച്ച പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. പൗലോസിനോടൊപ്പം ആ സഭ മുഴുവൻ വികാസം പ്രാപിച്ചു. ആത്മാവിൻ്റെ ശക്തി കൊണ്ട്, കൃപ കൊണ്ട് ആളുകൾ നിറഞ്ഞു കവിഞ്ഞു. ഒരു മാറ്റാണ്. ഒരു വീഴ്ചയിൽ നിന്ന് തമ്പുരാൻ നമ്മളെ ഉയർത്തിയെടുക്കുകയാണ്. ഫ്രാൻസിസ് അസീസി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട് അദ്ദേഹവും ഇടക്കൊന്ന് വീണു പോകുന്നുണ്ട്. വീണു പോകുമ്പോഴാണ് തമ്പുരാൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ മുഴങ്ങുന്നത്. യജമാനെയാണോ ഭൃത്യനെയാണോ സേവിക്കേണ്ടത്? യജമാനെ സേവിച്ചാൽ മതിയെന്ന തീരുമാനത്തിൽ അദ്ദേഹം തൻ്റെ കോട്ടയൊക്കെ വിട്ട് പുതിയൊരിടത്തേക്ക് വരുന്നു. ഇഗ്നേഷ്യസ് ലയോള വീണ്ടും പടപ്പുറപ്പാട് നടത്തുന്നതിനിടയിൽ വീണുപോയ ആളാണ്. അപ്പോഴാണ് ദൈവത്തിൻ്റെ ചോദ്യം ഉയരുന്നത്, നീ ഇത്രക്കേറെ ഓടിയിട്ട് എന്താ കാര്യം? ആത്മാവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ ഓടേണ്ടത്? ഈ ചിന്തകളോടുകൂടി അദ്ദേഹം ജീവിതത്തിലേക്ക് വരുന്നു. ഇതേ ചിന്ത അദ്ദേഹം ഫ്രാൻസിസ് സേവറിന് പകർന്ന് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് വീണിട്ടും തമ്പുരാൻ്റെ കൃപ കൊണ്ട് എഴുന്നേൽപ്പിക്കപ്പെട്ട ആൾ സെയിൻറ്റ് അഗസ്റ്റിൻ. തമ്പുരാൻ പറയുന്നുണ്ട്, നന്നാവണോ? ഇന്ന് തുടങ്ങ്, ഇന്ന് തന്നെ മനസ്സിലാക്കുക, ഇതൊരു ദാനമാണ്. ജീവിതം സുന്ദരമാണ്. സുന്ദരമായ ജീവിതം നയിക്കുന്ന ആൾക്ക് എല്ലാം സുന്ദരമാണ്. ഏത് പ്രശ്നങ്ങൾക്ക് അതീതമായിട്ട് അയാൾക്ക് ഉയർന്നു പോകാൻ പറ്റും. ഏത് വീഴ്ചകൾക്കൊടുവിലും അയാൾക്ക് എഴുന്നേറ്റ് പോരാൻ പറ്റും. ആ ഒരു സന്ദേശം തമ്പുരാൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീഴ്ചകളിൽ നിന്നും എഴുന്നേറ്റ് പോരുന്ന എങ്ങനെയെന്ന് പഠിച്ചെടുക്കുക.